ഇന്ന് വെറുതെ ഇരുന്ന സമയം കഴിഞ്ഞ കളിയുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ പെപ്രയുടെ കാര്യം ഓർമ്മ. മുംബൈ സിറ്റി FC-ക്കെതിരെ നമ്മുടെ സ്ട്രൈക്കർ ഹാട്രിക് നേടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ടേൺ ചെയ്തുകൊണ്ടുള്ള ഒരു ഷോട്ട് അടിക്കുന്ന ആ ഒരു സ്കില്ലുണ്ട്, നമുക്ക് എല്ലാവർക്കും അത് പറയുമ്പോൾ തന്നെ ഓർമ്മ വരും. അദ്ദേഹം ശാരീരികമായി നല്ല വഴക്കം ഉള്ള കളിക്കാരനാണ്. എന്നാൽ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ചോദ്യം അതല്ല. ഞാനൊരു ഗ്യാപ്പ് എടുക്കുമ്പോൾ അവസാനമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പെപ്രയെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു. അതിൽ പെപ്രയെ ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. സീസണിൻ്റെ രണ്ടാം ഭാഗത്തിൽ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയില്ല. അതുപോലെ തന്നെ ഈ സീസണിലേക്ക് വരുമ്പോൾ പെപ്ര എത്രത്തോളം അപ്ഗ്രേഡ് ആയിട്ടുണ്ട് എന്നറിയില്ല. അതാണ് ഇനി നമ്മൾ അറിയേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കളി പഞ്ചാബിനെതിരായിട്ട് മത്സരത്തിൽ വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും എൻ്റെ മനസ്സിൽ പതിഞ്ഞ കുറച്ച് ക്ലിപ്പുകൾ കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. 10-ാം മിനിറ്റിൽ ലെഫ്റ്റ് വിങ്ങർ നോവയെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ പെപ്രയാണെങ്കിലോ ലെഫ്റ്റ് വിങ്ങറിന്റെ സ്ഥാനത്തേക്ക് ഇറങ്ങി നിൽക്കുന്നതായി കാണാം. നോവ പെപ്രയിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ബാക്ക് പെഡൽ ചെയ്താണ് അത് സ്വീകരിക്കുന്നത്. അത് ഒരു ടച്ചിൽ തന്നെ കൺട്രോൾ ചെയ്തെടുക്കാനും മുമ്പോട്ടേക്ക് ബോൾ വെക്കാനും ബോഡി മുമ്പോട്ടേക്ക് തിരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എജിലിറ്റി സ്കിൽസിനെ ഇപ്പോഴും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 15-ാം മിനിറ്റും സിമിലറായിട്ട് ലെഫ്റ്റിലൂടെ അറ്റാക്ക് നടത്തിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സഹീഫിന്റെ കാലുകളിൽ നിന്ന് നോവയിലേക്ക് പാസ് എത്തുകയാണ്. നോവ പന്ത് ക്യാരി ചെയ്ത് മുമ്പോട്ടേക്ക് പോവുകയാണ്. ബോക്സിലേക്ക് ക്രോസിനായിട്ട് കുതിക്കുന്നുണ്ട് നമ്മുടെ പെപ്രയും ലൂണയും. പെപ്രയെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അദ്ദേഹം പഞ്ചാബ് സെൻട്രൽ ബാക്കിന്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഏത് വേർട്ടിക്കൽ ലൈനിലാണുള്ളത് ആ വേർട്ടിക്കൽ ലൈനിൽ തന്നെ അദ്ദേഹം ബോക്സിലേക്ക് മുന്നേറുകയാണ്. ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ നോവ ബോക്സിലേക്ക് ക്രോസ് ചെയ്യുക, പക്ഷേ ക്രോസ് ഇന്നാക്യുറേറ്റ് ആയിരുന്നു. എന്നാൽ ആ സമയത്തെ പെപ്രയുടെയും സെൻട്രൽ ബാക്കിന്റെയും പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം 6 യാർഡ് ബോക്സിന്റെ എഡ്ജിന് ഈക്വലന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു സ്ട്രൈക്കറുടെ ഇൻസ്റ്റിങ്സ് വെച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ആ ഒരു പൊസിഷനിൽ നിന്ന് ഹെഡ് ചെയ്യുന്നതാണോ ഏറ്റവും ഉചിതം? അല്ല, ഞാൻ അതിന് പുറകിൽ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ നിന്ന് ഹെഡ് ചെയ്യുന്നതാണോ? ഡെഫിനറ്റ്ലി ആ ഒരു സെന്റർ സ്പോട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാവുക അല്ലെ. പഞ്ചാബ് ലെഫ്റ്റ് ബാക്ക് ലൂണയെ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ സെന്റർ സ്പോട്ടിൽ ആരും തന്നെ ഒക്യുപ്പൈ ചെയ്തിട്ടില്ല. പെപ്ര ഹാഫ് സ്പേസിലേക്ക് റൺ ചെയ്യുന്നതിന് പകരം ഷോട്ട് അടിക്കാനുള്ള പൊസിഷനിലേക്ക് റൺ ചെയ്യുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണിൽ ക്രോസ് വരുന്നു, അത് ചെസ്റ്റ് കൊണ്ട് ട്രാപ്പ് ചെയ്യുന്നു, ശേഷം ഡിഫൻഡറെ ഫിസിക്കലി ഷീൽഡ് ചെയ്തുകൊണ്ട് ഒരു ടേൺ എടുക്കുന്നു, ഷോട്ട് എടുക്കുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പ്രോബബിലിറ്റി കുറവാണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പെപ്ര അവിടുന്ന് ഗോൾ അടിക്കില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അതിനുള്ള കാരണം നമുക്ക് അവസാനത്തെ മിനിറ്റിൽ അദ്ദേഹം തെളിയിച്ചു തരുന്നുണ്ട്. കളിയുടെ 95-ാമത്തെ മിനിറ്റ് ഒരു കോർണർ കിക്ക് എടുക്കുന്നു. പഞ്ചാബ് FC കളിക്കാരന്റെ ഒരു വേഗ് ക്ലിയറൻസ് നേരെ പോകുന്ന നവോച്ചയിലേക്ക്, നവോച്ച് അത് ഹെഡ് ചെയ്ത് ബോക്സിലേക്ക് തന്നെ എടുത്തു. പെപ്രയുടെ റിയാക്ഷൻ വളരെ പൊടുന്നനെയായിരുന്നു. മാത്രമല്ല അദ്ദേഹം സ്വന്തം പോസ്റ്റിലേക്ക് ബോഡി ഓറിയന്റ് ചെയ്തിരിക്കുകയായിരുന്നു. നവോച്ചയുടെ ഒരു ബൗൺസിങ് ഹെഡർ മാത്രമാണ്, അവിടെ പവർ ഉണ്ടാവില്ല. പവർ പെപ്ര ജനറേറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ടും ആ ഒരു പോയിന്റ് ആക്യുറേറ്റ്ലി അദ്ദേഹം ഒരു ഹെഡർ പായിക്കുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇത് സൈഡ് ബാറിന് ഇടിച്ചായിരുന്നു പുറത്തേക്ക് വരുന്നത്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാക്കിയ ഇമ്പാക്ട്, എന്നാൽ എക്സ്പെക്റ്റഡ് ആയ സമയത്ത് അത് കണ്ടില്ല. അതുപോലെ ആദ്യ ഹാഫിലെ അവസാനത്തെ മിനിറ്റുകൾ നോക്കുക. പഞ്ചാബ് FC ലെഫ്റ്റിലൂടെ നടത്തുന്ന ഒരു അറ്റാക്ക് ബ്ലാസ്റ്റേഴ്സ് കൃത്യമായിട്ട് കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ പഞ്ചാബ് FC താരം പുറകോട്ടേക്ക് കളിക്കുന്നു. പഞ്ചാബ് കളിക്കാരൻ അത് ഫസ്റ്റ് ടച്ച് എടുക്കുമ്പോഴേക്കും പുറകിൽ നിന്ന് ഓടി വന്ന പെപ്ര ഫിസിക്കലി ചലഞ്ച് ചെയ്തുകൊണ്ട് ആ പന്ത് കൈക്കലാക്കുകയാണ്. മുൻപിലേക്ക് പിന്നീട് റൺ എടുക്കുന്ന പെപ്രയിലേക്ക് തന്നെ യുഹീൻബ ആ പാസ് നൽകിയാണ്. ബ്ലാസ്റ്റേഴ്സിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ്. തൊട്ടടുത്ത് തന്നെ പഞ്ചാബ് FC താരങ്ങളുണ്ട്. അദ്ദേഹം ആ പന്ത് കൺട്രോൾ ചെയ്ത് ടേൺ ചെയ്യുകയാണ്. ഇതുവരെ ഓക്കെ, പക്ഷെ അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രകടനമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. മുൻപിലേക്കുള്ള പാസിംഗ് ഓപ്ഷനിൽ ലൂണ തൊട്ട് കൂടെ തന്നെ ഓടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചുറ്റും അനന്തമായിട്ടുള്ള ആ സ്പേസ് നിങ്ങൾ നോക്കുക. ഒപ്പം പുറകിൽ പാസിംഗ് ഓപ്ഷൻ സ്വീകരിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ട് 3 ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ നോക്കുക. അതിലും നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾ കൗണ്ടർ അറ്റാക്കിന് വേണ്ടി മാത്രം നിൽക്കുന്ന നോവ സോഡൈ. അദ്ദേഹം ഒരു വട്ടം കൂടെ കറങ്ങി അങ്ങോട്ടേക്ക് തന്നെ പാസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ ആകെ അങ്കലാപ്പായതുകൊണ്ട് തന്നെ പാസ് ഇങ്ങോട്ടേക്കാണ് അദ്ദേഹം ചെയ്തത്. ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ആശയക്കുഴപ്പമാണോ എന്നറിയില്ല. എല്ലാവരെയും പരിഗണിച്ചതുപോലെ എല്ലാവരുടെയും മധ്യത്തിലേക്കാണ് അദ്ദേഹം പാസ് ചെയ്തത്. ആണ്ടിലും സംക്രാന്തിക്കും നോക്കി മാത്രം ടർഫ് പോയി കളിക്കുമ്പോൾ നമുക്ക് ഈ അങ്കലാപ്പ് ഉണ്ടാവാറുണ്ട്. ഏതായാലും പന്ത് ലഭിച്ചത് ബ്ലാസ്റ്റേഴ്സ് താരത്തിനല്ല, പഞ്ചാബ് FC താരത്തിനാണ്. ഒരുപക്ഷെ ഏറിയും കുറഞ്ഞുള്ള ഇത്തരത്തിലൊരു പ്രകടനം തന്നെയായിരിക്കാം നമുക്ക് സീസണിലും പെപ്രയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഏതായാലും ഒപ്പമുള്ള കളിക്കാരുടെ സ്റ്റൈല് മനസ്സിലാക്കി അതിനനുസരിച്ച് കളിക്കാൻ അദ്ദേഹം പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കളി തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.